ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച അജുൽ ആർ കൃഷ്ണയെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വടക്കാഞ്ചേരി വ്യാപാരിയായ രാമകൃഷ്ണന്റെ മകനാണ് അജുൽ കൃഷ്ണ. +2 കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിൽ NDAയുടെ 3 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്ത പരീക്ഷയിൽ നിന്നും തിരഞ്ഞെടുത്ത 350 പേരിൽ ഒരാളാണ് അജുൽ കൃഷ്ണ. അതിനുശേഷം 3 കൊല്ലം എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് കഴിഞ്ഞ് 1 കൊല്ലം കൂടി പഠിച്ചതിനു ശേഷമാണ് ഈ ജൂൺ 13 കമ്മീഷനിംഗ് ആയത്. അതിനുശേഷമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ഫ്ലൈയിംഗ് ഓഫീസറായി നിയമിതനായത്. ഇതിനു മുൻപ് SSLC +2 മുതൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ വരെ അഡ്മിഷൻ കിട്ടിയതുവരെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ നൽകിയ പ്രോത്സാഹനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും ഈ പ്രോത്സാഹനങ്ങളാണ് എനിക്ക് ഉയരങ്ങളിൽ എത്തിപ്പെടാനുള്ള ഉത്തേജനമായതെന്നും അജുൻ കൃഷ്ണ പറഞ്ഞു. ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി പറയുമ്പോൾ വളരെ അഭിമാനകരമാണ്. അത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പോഴാണ്, ചേച്ചി ജയിച്ചപ്പോഴാണെങ്കിലും അതുപോലെ +2 ജയിച്ചപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് NDA കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ വന്ന് നമ്മൾ ആദരിക്കാനും ഇതിനൊക്കെ നിന്ന് നമ്മുടെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ആണ്. അതിലെനിക്ക് വളരെ സന്തോഷം. അതുപോലെ തന്നെ പറഞ്ഞ മാതിരി ഗോകുലൻ അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞ മാതിരി അജിതേട്ടനും പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ കുറച്ചൊരു അവയർനെസിന്റെ ഒരു കുറവ് ഉള്ളതാണ്. നമ്മുടെ മിലിറ്ററി ഏവിയേഷൻ അഥവാ എയർഫോഴ്സിനെ പറ്റിയിട്ട് എന്തിരുന്നാലും നമ്മളിതൊക്കെ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ പൊന്നാട അണിയിച്ച് ആദരിച്ചു. 350 ആൾക്കാരാണ് ആകെ കൂടി അഡ്മിഷൻ ഉള്ളൂ. അതിൽ ഒരാളായിരുന്നു 2022 അജുല്. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടുകൊണ്ട് കോഴ്സാണ് എടുത്തത്. ഇപ്പം ആ കോഴ്സ് 4 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ എയർഫോഴ്സിൽ ചേർന്നിരിക്കുകയാണ്. വളരെ ടഫുള്ള ട്രെയിനിങ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇപ്പം ഫ്ലൈ ഓഫീസറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ഇനി നമുക്ക് അറിയാം, മിലിറ്ററിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് വ്യാപാരികളുടെ മക്കളൊക്കെ തന്നെ. അവർക്ക് ചെറുപ്പം മുതലേ ആ ഫീൽഡിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഉദ്ദേശിച്ചമാതിരി തന്നെ കോഴ്സ് കിട്ടി. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ അഭിനന്ദിക്കുന്നത് ഈ കുടുംബത്തെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വ്യാപാരി കുടുംബത്തിൽ നിന്ന് സാധാരണഗതിയിൽ വ്യാപാര മേഖലയിലേക്ക് താല്പര്യം പറയുമ്പോൾ നമ്മളെ ഇന്നലെ ഗോകുലം പറഞ്ഞ മാതിരി തന്നെ നമ്മളെ കാത്തു സംരക്ഷിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതിർത്തി കാത്തു സംരക്ഷിക്കുന്ന ഒരു ഫീൽഡിലേക്ക് നമ്മുടെ പിള്ളേർ പോകാന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും അജുലിനെ മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ ഷോർട്ട് വരുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും സ്നേഹം എപ്പോഴും നിങ്ങളിവിടെ ഉണ്ടാവും. ഈ കുടുംബത്തോട് PN ഗോകുലൻ, CA ഷംസുദ്ദീൻ, അബൂബക്കർ, പ്രശാന്ത് മല്ലയ്യ, സന്തോഷ് ബെൻസൺ, സഫറുള്ള എന്നിവർ പങ്കെടുത്തു. രംഗത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് സാധാരണ എനിക്ക് എളുപ്പമല്ല. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒരു 60 കൊല്ലം മുമ്പാണ് വടക്കാഞ്ചേരി നമ്മുടെ തന്നെ വ്യാപാരിയായിരുന്ന മാത്തുവേട്ടൻ്റെ മകൻ തോമസ് ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരാള് ഫ്ലൈയിങ് ഓഫീസറായി. പിന്നെ അങ്ങനെ അങ്ങൊരു സ്ക്വാഡ്രൺ ലീഡറൊക്കെ ആയി. അപ്പോൾ ഒരു 60 കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും ഒരു വ്യാപാരിയിൽ നിന്ന് ഒരു വ്യാപാരിയുടെ പുത്രൻ ഈ വലിയ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത് ഈ അതിർത്തിയിലുള്ള 8ഓളം രാജ്യങ്ങളാണ് ഇന്ത്യക്ക് അതിർത്തിയിലുള്ളത്. ഈ 8ഓളം രാജ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് ആർമിയും എയർഫോഴ്സും നേവിയുമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ എയർഫോഴ്സിനാണ് അതിന്റെ കൂടുതൽ പ്രത്യേകത.